സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. നമ്മുടെ കമന്റിൽ എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യോ, എന്ത് മേക്കപ്പ് ആണ് ചെയ്ത്, എന്തെങ്കിലും ഒരു മേക്കപ്പ് ഗ്ലാം ലുക്ക് ചെയ്യോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഈദ് ഗ്ലാം ലുക്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഈദ് ഗ്ലാം ലുക്ക് ചെയ്യാണ്. അപ്പോൾ തന്നെ ഗൈസ് നമുക്ക് നേരെ വീഡിയോ ഒക്കെ കിടക്കാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എൻ്റെ ഇൻസ്പോസ് കാണിച്ചു തരാം ഗൈസ്. പിൻട്രസ്റ്റ് നിന്നാണ് ഇൻസ്പോസ് എടുത്തിട്ടുള്ളത്. ദിസ് ഗൈസ്, ലെറ്റ് മീ ഷോ യു. സീ, ഐ ലൈക്ക് ദീസ് ഗൈസ്. ഒരു പിങ്കി കുറച്ച് സ്മോക്കി ഐ ലുക്കൊക്കെ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ഗൈസ്. ഇവിടെ ഇടി വെട്ടുണ്ട് ഗൈസ്, ഇപ്പം മഴ പെയ്യുന്നുണ്ട്. സി, ഐ ലൈക്ക് ദിസ് വൺ ഗൈസ്. ഇതൊരു വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്തൊരു ലുക്കാണ്, ബട്ട് ഇറ്റ്സ് സോ ക്യൂട്ട് ഗൈസ് ആൻഡ് ഐ ലൈക്ക് ഇറ്റ് അലോട്ട്. പിന്നെ ഈ ഒരു പെണ്ണിൻ്റെ ഐ ലൈക്ക് ഇറ്റ് മെയിൻലി ഒരു പിങ്ക് ബട്ട് ഒരു സ്ട്രോങ് മേക്കപ്പ്, ഒരു സ്ട്രോങ് ഐ ഒക്കെ വരുന്ന എന്ന് വെച്ചാൽ കണ്ണായിരിക്കും ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ആൻഡ് ഐ ലൈക്ക് ദിസ് വൺ ടു ഗൈസ്. I like this one too. So അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മുഖത്ത് ഒന്നും ഇട്ടിട്ടില്ല. ആസ് യു ക്യാൻ സീ ഗൈസ്, മുഖത്ത് കുറെ കുരുകളൊക്കെ പുതിയത് ഇന്നലെ വന്നതാണ് ഗൈസ്. കുറെ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ എനിക്ക് തീരെ കുരുവരില്ല ഗൈസ്. അതിൻ്റെ ഉമ്മാൻ്റെ ജീനാണ് എനിക്ക് കിട്ടുന്നത്. കാരണം മമ്മിക്ക് തീരെ കുരുവരില്ല, അപ്പോൾ എനിക്ക് തീരെ കുരുവരില്ല. അപ്പോൾ എനിക്ക് കുരു വരില്ല. അപ്പോൾ കുരു വരാത്തൊരു കുട്ടിക്ക് കുരു വരുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. പോട്ടെ വെക്കുന്നത് ഇതൊന്നും ഒരു കാര്യമില്ല. എനിവേസ്, അപ്പോൾ തന്നെ we're gonna start with moisturizer. ഇന്ന മോയ്സ്ചറൈസറിൻ്റെ ഇപ്പം ഞാൻ മോയ്സ്ചറൈസർ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതാണ് ഗൈസ് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ. മെയിനായിട്ട് ഞാനല്ല, മമ്മി ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ഗൈസ്. ഞാൻ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഉപയോഗിക്കലേ ഇല്ല. അതൊരു ചീത്ത സ്വഭാവമാണ് ഗൈസ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം, പക്ഷെ അത് ഞാൻ ഉപയോഗിക്കില്ല. കാരണം ഐ ഡോണ്ട് ലൈക്ക് ദ കൈൻഡ് ലൈക്ക് വെറ്റ് ഫീലിംഗ് എൻ്റെ മുഖത്ത് എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. ഞാൻ സൺസ്ക്രീൻ തൊടലില്ല ഗൈസ്. എത്ര ചൂടാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ ഇടില്ല, പക്ഷെ നിങ്ങൾ ഇടണം ഗൈസ്. എനിക്ക് എൻ്റെ ഒരു ഹാബിറ്റ് മാറ്റണമെന്നുണ്ട്, പക്ഷെ എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഞാൻ വേറെ ഏത് സൺസ്ക്രീൻ ഉപയോഗിച്ച് മാറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഇതാണ് എൻ്റെ ഉമ്മ ഉപയോഗിക്കൽ ആൻഡ് ഷീ ലൈക്സ് ഇറ്റ് വെരി മച്ച് ആൻഡ് ദിസ് ഇസ് കൈൻഡ് ഓഫ് ഗുഡ് ടു. ഐ തിങ്ക് ഞാനൊരു 1-2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തത് ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് കുഴപ്പമില്ല, നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ യാ ഗൈസ്, ഇതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സോ we're gonna start with some moisturizer. ഇത് കഴിഞ്ഞേ മനസ്സിലായോ? മമ്മി കുറെ ഉപയോഗിച്ചാണ്ട് ഇത് കഴിഞ്ഞേ. we're gonna apply it evenly on our face. See, that is step 1. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻ ആണ് ഗൈസ്. ഇത് മാക്കിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഇൻ ദ ഷെയ്ഡ് NC42 ഗൈസ്. ഇത് സ്റ്റുഡിയോ ഫിക്സ് ഫ്ലൂയിഡ് SPF 15 വരുന്ന നൈസ് സാധനമാണ് ഗൈസ്. ഞാൻ ഉപയോഗിക്കലുണ്ടോ പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ഒരു മാക്കിൻ്റെ ഫൗണ്ടേഷനാണ്. ഞാൻ ഇത് ഫൗണ്ടേഷനായിട്ട് ഉപയോഗിക്കലില്ല, ബട്ട് ഞാൻ ഇത് എന്തായിട്ട് ഉപയോഗിക്കുക ഗൈസ്, ഞാൻ കൺസീലറായിട്ട് ഉപയോഗിക്കും. ഞാൻ കൺസീലർ ഉപയോഗിക്കില്ല, ബട്ട് ഞാൻ ഇത് ഉപയോഗിക്കും. ഫൗണ്ടേഷൻ കൺസീലറായിട്ട് ഉപയോഗിക്കും ഗൈസ്. എന്ത് ചെയ്യാനാ? കൺസീലർ എന്തിനാന്ന് ചോദിച്ചാൽ ഡാർക്ക് സർക്കിൾസ് ഗൈസ്. എനിക്ക് നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അതിന് ഇന്നെ തന്നെ പറഞ്ഞാൽ മതി, കാരണം ഞാൻ 1 മണി 2 മണിക്ക് ഉറങ്ങുന്ന ആളായുണ്ട്. സോ ഗൈസ്, എനിവേസ് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഗൈസ്. സോ നമുക്ക് എൻ്റെ ഫാമിലിക്ക് നാളെ ഈദ് ഇല്ല ഗൈസ്. കാരണം എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പാൻ്റെ അമ്മ ഇപ്പോൾ ഏകദേശം ഒരു 40-50 ദിവസമായിട്ടുണ്ടാവും ഗൈസ്. ഒരു 40-50 ദിവസം മുന്നേ മരിച്ചു ഗൈസ്. സോ കഴിഞ്ഞ ഈദിന് എൻ്റെ അമ്മമ്മ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഈദിന് എൻ്റെ അമ്മമ്മ എൻ്റെ ഒപ്പം ഇല്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഈദില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈദ് വ്ളോഗ് ഇല്ലാത്തത് നിങ്ങൾ ചോദിക്കുമ്പോൾ അതാണ് കാരണം ഗൈസ്. നാളെ നമുക്ക് ഈദ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു ഈദിൻ്റെ വെറുതെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇടാമെന്ന് വിചാരിച്ചു. ഞാനത് ചെയ്യാനൊന്നും പോകുന്നില്ല, കാരണം ഇതാരും സെലിബ്രേറ്റ് ചെയ്യൂല ഗൈസ്. എനിവേസ്, നമുക്ക് അത് വരുന്നില്ല. ഇതാക്കാം, ഇതെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് ടേക്ക് ദ ബാക്ക് ഓഫ് യുവർ ഹാൻഡ് ഗൈസ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഡൂ ദിസ്.  1
യെസ് ഗൈസ്, അപ്പോൾ ഞാൻ ഒരു സൈഡ് ചെയ്തിട്ടുണ്ട്. സീ ദ ഡിഫറൻസ്. ഇനി ഞാൻ നെക്സ്റ്റ് സൈഡ് ചെയ്തിട്ട് നമുക്ക് കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ചെയ്തു ഗൈസ്. കണ്ടു, ഞാൻ മാക്കിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ we're gonna do ഐ ഷാഡോ ഗൈസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കലില്ല, ഇങ്ങനെ ലൈക്ക് അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ ഉപയോഗിക്കലുള്ളൂ. സോ ഗൈസ്, ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഞാനിത് എടുത്തത്. സോ അതെടുക്കുകയാണ്. എന്നിട്ട് we're gonna take ഒരു ചെറിയൊരു ബ്രഷ് എടുക്കുക ഗൈസ്. ഓക്കെ, ഇനി എടുത്തിട്ട് ഞാൻ ഇതിൽ നോക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റായിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ കൈ കൊണ്ട് ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ ഗൈസ്? സോ ഗൈസ്, ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് ബ്രൗൺ ഐ ഷാഡോ ചെയ്തിട്ടുണ്ട്. ഇനി ഗൈസ്, ഞാൻ കുറച്ചും കൂടി ഒരു ഫ്ലഫിയ ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് ഗൈസ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് we're gonna mainly focus on our ഉള്ളത്തെ eyelids guys. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, ഞാൻ ഈ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ഇത് കുറച്ചുകൂടി ചെറുതാണ്. See, and we're gonna apply this as blush. Okay, ini we're gonna take a thick brush and നന്നായിട്ട് ബ്ലെൻഡ് ഇൻ ചെയ്യുക ഗൈസ്. ഇനി കുറച്ചും കൂടി എടുക്കുക, ഉപയോഗിച്ച് തന്നെ എടുക്കുക. എന്നിട്ട് put it on your chin and your nose and കുറച്ച് under eyes-ൽ. Okay, like that. Use the same brush and blend it out. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ് സ്കാൻഡറിൻ്റെ ഇതാണ് ഗൈസ്, 3-in-1 ഓൾ ഡേ ഹൈഡ്രാ മാറ്റ് ഫൗണ്ടേഷൻ. ആൻഡ് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ട്സ്, ഇപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. പിന്നെ ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഒന്നുകൂടി ഒന്ന് സെറ്റായി കൊടുത്തു ഗൈസ്. പിന്നെ ഗൈസ്, ഞാൻ ഇത്രയും സാധനങ്ങൾ, ഇത്രയും മേക്കപ്പ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഒരു ഭയങ്കര ഗ്ലാം ലുക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്. ബട്ട് എന്താ അറിയുക ഗൈസ്, ഞാൻ പിൻട്രസ്റ്റിൽ ഞാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഈ ഒരു മേക്കപ്പ് ലുക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. സോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാ. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ മേക്കപ്പും സംഘടിപ്പിച്ചാണ് ഞാനിപ്പോൾ ചെയ്യാണ് ഗൈസ്. കാരണം ഇതൊക്കെയാണ് ഗൈസ് ലൈഫിലൊരു രസം. അപ്പോൾ എനിക്കെന്നെ ശരിക്കും അറിയില്ല ഞാൻ എന്താ ചെയ്യണത്. ബട്ട് വെറുതെ ട്രൈ ചെയ്തൊക്കെയാണ്. സോ ഒരു ഫൺ മേക്കപ്പ് ലുക്ക് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. ബട്ട് ഇതിപ്പോൾ എന്തിനാണ് ഇടുക, കല്യാണത്തിന് വല്ലതും ഉണ്ട്. ബട്ട് അങ്ങനത്താണ് നമ്മൾ കാജലാണ് എടുക്കുന്നത്. ഇത് മേബലിൻ്റെ ടാറ്റൂ സ്റ്റുഡിയോസ്. ഇതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന കാജൽ പറയണത്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ കാജൽ ചെയ്തു. ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഐലൈനറാണ് ഉപയോഗിക്കാൻ പോണത്. ഗൈസ്, മെയിനായിട്ട് എൻ്റെ മുന്നിൽ ഒരു മിറർ ഉണ്ട്. ബട്ട് അത് കുറേ ബിട്ടാണ്. സോ എനിക്ക് ശരിക്കും കാണില്ല ഗൈസ്. സോ കാണിച്ചു തരാം. സോ ഗൈസ്, ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചത് മേബലിൻ്റെ ടാറ്റൂ ലൈനറാണ് ഗൈസ്. ഇനി ഇതിൻ്റെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻവൈബയുടെ സ്കൈ ലൈനറാണ് ഗൈസ്. ഇത് ഞാൻ ഉപയോഗിക്കലില്ല. ബട്ട് ജസ്റ്റ് ഒരു ലൈനൊക്കെ ഒന്നുകൂടി വൃത്തിയാക്കി എഴുതണമെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിക്കൽ. സോ
5 minutes later. സോ ഗൈസ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐലാഷ് ആണ് ഗൈസ്. കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു ഞാൻ ഏത് മസ്കാരയാണ് ഉപയോഗിക്കുന്നത്, ഏത് മസ്കാര എത്രങ്ങാനും കമന്റ് ആണ് ഗൈസ് വന്നത്. സോ ഇന്ന് നമ്മൾ ആ ഒരു സീക്രട്ട് എക്സ്പോസ് ചെയ്യാണ് ഗൈസ്. ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് ഗൈസ്, മേബലിൻ്റെ സ്കൈ ഹൈ മസ്കാര ഗൈസ്. ഞാൻ എപ്പോഴും ആമസോണിൽ നിന്ന് ഇതാണ് വാങ്ങല്. ഇറ്റ്സ് റിയലി ഗുഡ് ഗൈസ്. ഒരു 10 out of 10 കൊടുക്കും. ബട്ട് ഇത് പറഞ്ഞത് ഇതിൻ്റെ ഒരു ഇതിൽ ഒരു 2-3 ലെയറൊക്കെ ഇട്ടാലേ അത്യാവശ്യത്തിന് കാണുള്ളൂ എന്നാണ് ഇതിൻ്റെ ഒരു ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാനുള്ളത്. അതേ ഉള്ളൂ ഗൈസ്. ബട്ട് ബാക്കിയുള്ളതിലൊക്കെ ദിസ് ഇസ് സോ ഗുഡ് ഗൈസ്. അടിപൊളിയാണ്. ഞാൻ എപ്പോഴും ആമസോണിനാണ് വാങ്ങുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 4 എണ്ണെങ്കിലും വാങ്ങിച്ച് തീർത്തിട്ടുണ്ടാകും ഗൈസ്. അത്ര ഞാൻ ഉപയോഗിക്കുന്നത് മേബലിൻ്റെ ഈ ഒരു സ്കൈ ഹൈ മസ്കാരയാണ്. ഇത് ഭയങ്കര പോപ്പുലറാണ് ഗൈസ്, ഭയങ്കര പോപ്പുലറാണ്. സോ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഗൈസ് മേബലിൻ്റെ പുതിയൊരു സാധനം പുറത്തേക്ക് ഇറങ്ങിയാണ് ഗൈസ്, കൊളോസൽ ബബിൾ മസ്കാര ഗൈസ്. ഇതിപ്പോൾ അടുത്തിറങ്ങിയതാണ്. ഞാൻ ട്രൈ നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. എനിക്ക് ഇതിൻ്റെ കാട്ടും ബെറ്റർ ആയിട്ട് തോന്നി ഗൈസ്. പക്ഷെ എനിക്കറിയില്ല, എനിക്കൊരു 4-5 ദിവസം ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ പറഞ്ഞത് ഗൈസ്. ബട്ട് നല്ലതാണ്. ഇന്നാണ് വന്നത്. സോ നമുക്ക് ഇടാം ഗൈസ്. സി ലോവർ ലാഷസ്. സോ ഗൈസ് ഞാൻ മസ്കാര ഇട്ടു ഗൈസ്. ദിസ് ഇസ് വാട്ട് ഇറ്റ് ലുക്സ് ലൈക്ക്. സി അപ്പോൾ അതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക് പറഞ്ഞത് ഗൈസ്. ഏകദേശം തീർന്നു. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തന്നെ അറിയില്ല എന്താ ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഇതിനെന്താ പറയുക ഗൈസ്, ഇത് ഇങ്കാണ് ഗൈസ്. ലിപ് ടിൻ്റായിട്ട് പറയും ഗൈസ്. ഇത് ഞാനൊരു 5-6 എണ്ണെങ്കിലും ഞാൻ വാങ്ങിച്ച് തീർത്ത് ഇതാക്കിയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഒരു 1-2 കൊല്ലമായിട്ട് ഞാൻ ഇതന്നെ ഉപയോഗിക്കലുള്ളൂ. മേബലിൻ്റെ വിനൈൽ ഇങ്ക് ഇൻ ദ ഷെയ്ഡ് അൺഅഫ്രൈഡ് ഗൈസ്. സോ ഗുഡ്. എനിക്ക് പറയാല്ല, അത്ര അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങിച്ചോളി. ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് അത്ര ഞാൻ ഉപയോഗിച്ച് അത്രയും തീർത്ത സാധനം ഗൈസ്. ഇത് തീർന്നങ്ങനെ കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചൊരു ഷെയ്ഡ് ഗൈസ്, ഒരു പിങ്കിഷ് ഷെയ്ഡാണ്. ആൻഡ് ഐ ലവ് പിങ്കിഷ് ഷെയ്ഡ് ഗൈസ്. എനിക്ക് ഷെയ്ഡ് അത്ര ഇഷ്ടമാണ് ഗൈസ്. നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ നിങ്ങൾക്ക് ബ്ലഷ് ആയിട്ട് ഉപയോഗിച്ച് കാണിച്ചു തരാം. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ഇനി ഗൈസ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഇത്രയും ഉള്ളൂ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് മേക്കപ്പ് ഇൻസ്പോയിൽ കാണിച്ചു ഗൈസ്. ദിസ് ഈസ് മൈ മേക്കപ്പ് ഇൻസ്പോ ആൻഡ് ദിസ് ഇസ് മീ. ഉണ്ട് ഗൈസ്. എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി ഭയങ്കര ഇതാണ്. ബട്ട് ഇതാണ് എൻ്റെ മേക്കപ്പ് ലുക്ക് പറഞ്ഞാൽ. ഞാൻ ഇത്ര വലിയൊരു മേക്കപ്പ് ലുക്ക് ഇതുവരെ ചെയ്തിട്ടില്ല ഗൈസ്. പക്ഷെ വേറെ രസം എന്താണ് ഗൈസ്, ഇത്രയും ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് എന്താ എനിക്ക് തോന്നിയത്, രസമുണ്ടോ എനിക്കറിയില്ല ഗൈസ്. എനിക്കറിയില്ല ഇത് എന്താന്ന് എനിക്കറിയില്ല. ബട്ട് സീ ഗൈസ്, ഐസ് ലുക്ക് ഗുഡ്. കണ്ണ് കൊള്ളാം. ഇതായിരുന്നു നമ്മുടെ മേക്കപ്പ് ലുക്ക് വീഡിയോ ഗൈസ്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ഇടുന്നുണ്ട്. കാരണം ഇതിലിപ്പോൾ എന്താ ഉണ്ടായതെന്ന് പോലും എനിക്കറിയില്ല. എന്തോ ഉണ്ടായിട്ട് എന്തോ പോലെ ആയി ഗൈസ്. കുഴപ്പമില്ല. ഐ ഗിവ് ദിസ് 7 out of 10 ഗൈസ്. ഇത്രയും പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കാത്ത സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും ഗൈസ്. കാരണം കണ്ണ് മാത്രം എഴുതിയാൽ തന്നെ ഏകദേശം എല്ലാം ആയി ഗൈസ്. ഇത്ര പണിയൊന്നുമില്ല ഗൈസ്. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായി നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഐലൈനർ ചെയ്തുകൊണ്ട് മസ്കാര ഇട്ടാൽ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ ഇതേപോലെ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇതൊന്നും ഒരു ആവശ്യമില്ല ഗൈസ്. ബട്ട് ഞാൻ എന്ത് വിചാരിച്ചു, ഇതിൻ്റെ തന്നെ കുറച്ച് ഗ്ലാം ആക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ബട്ട് ഇതായിരുന്നു നമ്മുടെ മേക്കപ്പ് ട്യൂട്ടോറിയൽ വീഡിയോ. നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇനി സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ട്യൂട്ടോറിയൽ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഞാൻ ഒന്നും കൂടി നല്ല സെറ്റപ്പിൽ വരാം. മെയിനായിട്ട് എനിക്ക് ശരിക്കും എടുക്കാനേ കഴിയില്ല ബിക്കോസ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ടൈം. പിന്നെ
എനിക്ക് കാണില്ല ഗൈസ്, കണ്ണ് കാണില്ല, കണ്ണാട അല്ലാത്തതുകൊണ്ടല്ല. ശരി, കണ്ണാട വെക്കണ ആളൊന്നും എനിക്ക് കണ്ണിൽ നല്ല കാഴ്ചയാണ്, പക്ഷെ എനിക്ക് കാണില്ല, മനസ്സിലായോ? എന്നിട്ട് ഞാൻ ഈ ഒരു കുഞ്ഞി കണ്ണാട വെച്ചിട്ടാണ് ഗൈസ്, ഇവിടെ പോയി ഈ ഒരു കുഞ്ഞി കണ്ണാട വെച്ചിട്ടാണ് ഗൈസ് ഞാൻ ഇത് ഫുൾ ചെയ്തത്. പിന്നെ ഞാൻ ഐലൈനർ ട്യൂട്ടോറിയൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. എനിവേസ്, ഈദ് മുബാറക് ഗൈസ്. നമ്മൾ എല്ലാവർക്കും ഈദ് മുബാറക് ആശംസിക്കുന്നു ഗൈസ്. എല്ലാവരും ഈദിന് ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ, എങ്ങനെയുണ്ടായിരുന്നു ഈദ് എല്ലാം നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇപ്രാവശ്യം പറഞ്ഞ പോലെ ഈദ് വ്ളോഗ് ഉണ്ടാവില്ല, കാരണം എൻ്റെ അമ്മ മരിച്ചതാണ്. സോ ഇപ്രാവശ്യം നമുക്ക് ഈദില്ല. ബൈ ഗൈസ്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.